സമ്പന്നർക്ക് വേണ്ടി സമ്പന്നർ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സമ്പന്നരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന രാജ്യത്തെയും കേരളത്തിലെയും മാധ്യമങ്ങൾ അവർ ധരിച്ച ഐക്കണിക്കൽ സാരിയെക്കുറിച്ചും അത് ഡിസൈൻ ചെയ്ത ദുലാരി ദേവിയെക്കുറിച്ചും വെളുത്ത കസവ് സാരിയിലെ സ്വർണ്ണ ബോർഡറിനെ കുറിച്ചും അതിലെ സുന്ദരമായ മധുബാനി ഡിസൈനിങ്ങിനെ കുറിച്ചും ചുവന്ന ബ്ലൗസിനെ കുറിച്ചും എല്ലാമുള്ള വർണ്ണനകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. നവ ഉദാരവൽക്കരണ നയങ്ങളുടെ തീവ്രമായ നടത്തിപ്പിൻ്റെ മാർഗരേഖ തന്നെയാണ് ഇത്തവണത്തെയും ബഡ്ജറ്റ്. എല്ലാം ഞങ്ങൾക്ക് കമ്പോളത്തിന് തന്നേക്കുക എന്ന കോർപ്പറേറ്റ് ആജ്ഞാപിക്കലിൻ്റെ മുന്നിൽ എല്ലാം തന്നേക്കാവേ എന്ന മോഡിയുടെ പ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റിലൂടെ നമ്മൾ കേട്ടത്. 5 വർഷം കൊണ്ട് രാഷ്ട്രത്തിൻ്റെ അമൂല്യമായ സമ്പത്തുകൾ 10 ലക്ഷം കോടി രൂപക്ക് ചുളുവിലക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന മോഡിയുടെ ഗ്യാരണ്ടിയാണ് ബഡ്ജറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രാജ്യം നേരിടുന്ന വളർച്ചാ മുരടിപ്പ്, സാമ്പത്തിക മാന്ദ്യം, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന അവസ്ഥ, ഇതൊന്നും കാണാതെ കോർപ്പറേറ്റ് അനുകൂല ബഡ്ജറ്റാണ് BJP സർക്കാർ അവതരിപ്പിച്ചതെന്നർത്ഥം. രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി, ക്രയശേഷി കുറയുന്നു എന്നതാണ്. ഇത് കമ്പോളത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കുകയാണ്. ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ഒരക്ഷരം ഈ ബഡ്ജറ്റ് പറയുന്നില്ല. രൂപയുടെ വിലയിടിവ്, വിലക്കയറ്റം, പണപ്പെരുപ്പം ഇതെല്ലാം സാധാരണ മനുഷ്യരുടെ വരുമാനത്തെ ചോർത്തിക്കളയുകയാണ്. വിലക്കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. പണപ്പെരുപ്പം 7.5% നിന്ന് 84% വർദ്ധിച്ചിരിക്കുന്നു. ഭക്ഷ്യ സബ്സിഡി 2.05 ലക്ഷം എന്നത് 2.3% ഈ സാഹചര്യത്തിലും കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുകയാണ്. LPGയുടെ സബ്സിഡി 2700 കോടി രൂപയുടെയാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത സാഹചര്യം ദുരിതപൂർണ്ണമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് രാജ്യത്ത് ആകെ എടുത്തു നോക്കിയാൽ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റാവുന്നത്. ഇതിൻ്റെ എല്ലാം ഭാഗമായി മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത നേരിടുന്ന ജീവിത പ്രതിസന്ധിയാണ് രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോഡി വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക സർവേയിൽ ഉൾപ്പെടെ 2.8% നിന്ന് 6.4% നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂപ്പുകുത്തി എന്നാണ് സാമ്പത്തിക സർവേ പറയുന്നത്. സാമ്പത്തിക പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചരക്കുകളുടെ കയറ്റുമതിയുടെ വർധന എന്ന് പറയുന്നത്. നാമമാത്ര വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്, 1.6% മാത്രം. 3.4 ലക്ഷം കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഈ കഴിഞ്ഞ കാലയളവിനിടയിൽ പിൻവലിക്കപ്പെട്ടതായി സാമ്പത്തിക സർവേ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏകദേശം 70,490 കോടി ഡോളറായിരുന്ന വിദേശ നിക്ഷേപം ഇപ്പോൾ 63,460 കോടിയായി കുറഞ്ഞിരിക്കുന്നുവെന്ന് സർക്കാർ കണക്കുകൾ തന്നെ കാണിക്കുകയാണ്. അപ്പോൾ വിദേശ നിക്ഷേപം പിൻവലിച്ചു പോകുന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം 7.5% നിന്ന് 8.4% കുതിച്ചുയരുകയാണ്. തൊഴിലാളികളുടെ വേതനം കോവിഡ് കാലത്തേക്കാളും കുറവാണെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ കാണിക്കുന്നത്. വരുമാനം കുറയുന്നതിനാൽ ജനങ്ങൾ വായ്പ വാങ്ങുന്നില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുക. 4% ഇടിവാണ് വായ്പയുടെ ഡിമാൻഡിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സർക്കാർ ഏറ്റവും പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ അതെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. പൊതുനിക്ഷേപങ്ങളിൽ പണം ഇറക്കിക്കൊണ്ട് ഉള്ള സാമ്പത്തിക ഇടപാടുകൾ സർക്കാർ കുറയ്ക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ നിലയിൽ ഇത്തരം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത് ക്ഷേമ പദ്ധതികളിലൂടെയും പൊതുനിക്ഷേപങ്ങളിലൂടെയും പണം ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ തയ്യാറാക്കലാണ്. ഇതിനു പകരം രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ചും സമ്പന്നർക്ക് വൻ സൗജന്യങ്ങൾ നൽകിക്കൊണ്ടും കോർപ്പറേറ്റ് സേവ മാത്രം നടത്തുകയാണ് മോഡി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം പൂർണ്ണമായും സർക്കാർ കൈയൊഴുകുകയാണ്. പുതിയതായി രൂപീകരിക്കുന്നതെല്ലാം PPP ആയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ, പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം നടപ്പിലാക്കുക എന്നാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. നിലവിലുള്ള തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ തുടങ്ങി നമ്മുടെ എല്ലാ പൊതു സംവിധാനങ്ങളും കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്ന നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ കുറേ കൂടി തീവ്രമായ നിലയിൽ നടപ്പിലാക്കുമെന്ന് ഇതിൻ്റെ കൂടെ പ്രഖ്യാപിക്കുകയാണ്.
ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള നമ്മുടെ ഊർജ്ജ മേഖലയെ സമ്പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് നൽകി കഴിഞ്ഞു കേന്ദ്ര സർക്കാർ. അതിനുശേഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആണവ ഊർജ്ജ മേഖലയും അവർക്ക് തന്നെ നൽകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ആണവ ഊർജ്ജ നിയമം ഭേദഗതി ചെയ്ത് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ചെറുകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ കുത്തകകൾക്ക് അനുവാദം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേന്ദ്ര സർക്കാർ. ഇവയിൽ ഏതെങ്കിലും നിലയിലുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് ഒരു ബാധ്യതയും വരാത്ത വിധം ആണവ ബാധ്യതാ നിയമത്തിലും കോർപ്പറേറ്റ് അനുകൂല ഭേദഗതി സർക്കാർ നിർദ്ദേശിക്കുകയാണ്, നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു നാടിനെയും ജനതയെയും കൂട്ടക്കൊലക്ക് കൊടുത്തും ഞങ്ങൾ കോർപ്പറേറ്റ് സേവ നടത്തും എന്നാണ് മോഡി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും തീവ്രമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പൊതുസമ്പത്ത് കൊള്ള കൊടുത്ത് 10 ലക്ഷം കോടി രൂപ ഞങ്ങൾ സമാഹരിക്കും എന്നുള്ള പ്രഖ്യാപനം. സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് 93,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇത്തവണ കുറച്ചത്. അതിനു പുറമെ കൃഷി, ഭക്ഷ്യവിഭവങ്ങൾ, വിദ്യാഭ്യാസം, ഗ്രാമീണ വികസനം, സാമൂഹ്യക്ഷേമം, നഗരവികസനം എന്നിവയിലെല്ലാം വൻ വെട്ടിക്കുറവുകൾ സർക്കാർ വരുത്തുകയാണ്. കോർപ്പറേറ്റുകളുടെയോ അതിസമ്പന്നരുടെയോ മേൽ പുതിയ നികുതി ചുമത്തുകയോ പുതിയ ഏതെങ്കിലും ഇപ്പോൾ നിലവിലുള്ളവ വർദ്ധിപ്പിക്കുകയോ ഒന്നും സർക്കാർ ചെയ്യുന്നില്ല. സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമേകുകയാണ് ഒരു സർക്കാർ ചെയ്യുക. അതിന് പകരം കോർപ്പറേറ്റുകൾക്ക് വൻ ഇളവുകളാണ് ഈ ബഡ്ജറ്റിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിട്ടുള്ള അതിസമ്പന്നന്മാർക്ക് പരിധികളില്ലാതെ ടാക്സ് ഇളവുകൾ സർക്കാർ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പൊതുമുതൽ മുഴുവൻ അവർക്ക് നൽകുന്നു. അതുവഴി ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ എല്ലാ തലങ്ങളെയും അവർക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. മോഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സൗകര്യങ്ങളും സൗജന്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടന ചലനാത്മകമാകുമെന്നാണ്. എന്നാൽ 10 ലക്ഷം കോടി രൂപയുടെ ഇളവുകൾ ഈ ചെറിയ കാലയളവിനിടയിൽ കോർപ്പറേറ്റുകൾക്ക് നൽകിയിട്ടും അവർ ഒരു പുതിയ നിക്ഷേപവും ഇന്ത്യയിൽ കൊണ്ടുവന്നില്ല, നടത്തിയില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമായി നിലനിൽക്കുകയാണ്. നമ്മുടെ വിപണിയിലെ മാന്ദ്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപണിയിലെ മാന്ദ്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ സമ്പത്തിൻ്റെ വളർച്ചയുടെ കേന്ദ്രീകരണം കോർപ്പറേറ്റുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് വിപണിയിൽ മാന്ദ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇത് അപകടകരമായ നിലയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും. അതേപോലെ തന്നെ സാമ്പത്തിക അസമത്വം ഭീകരമായ നിലയിലേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാവുമ്പോഴും ഇന്ത്യ രാജ്യത്ത് കണക്കുകളെല്ലാം കാണിക്കുന്നത് കോർപ്പറേറ്റുകളുടെ ലാഭം 22.3% വർദ്ധിച്ചു എന്നുള്ളതാണ്. തൊഴിലാളികളുടെയോ കർഷകരുടെയോ മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയോ വരുമാനം ഒരു തരിമ്പ് പോലും വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും അജണ്ടകൾ കൂടുതൽ മേഖലകളിൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇൻഷുറൻസ് മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്ന പ്രഖ്യാപനം ഈ ബഡ്ജറ്റിനകത്ത് വന്നിരിക്കുന്നത്. 1.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് 7.8% എന്ന നിരക്കിലേക്ക് തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു നിൽക്കുകയാണ്. ഒരു പരിഹാരവും ഈ ബഡ്ജറ്റിനകത്തോ പുറത്തോ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഇപ്പറയുന്ന ഒരു അപകടകരമായ അവസ്ഥയുടെ മറുപുറമാണ്. കേന്ദ്ര സർവീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം കോടിക്കണക്കിന് ഒഴിവുകളാണ് ഇങ്ങനെ ഒഴിഞ്ഞേ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിയമനവും സർക്കാർ നടത്തുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ യുവത്വത്തെ ചൂഷണം ചെയ്യുന്നതിന് വൻകിട കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള അവസരം കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. 5,000 രൂപ അവർക്ക് സ്റ്റൈപ്പൻഡായി നൽകുമെന്നും മോഡി പറയുന്നുണ്ട്. നൈപുണി വികസനത്തിൻ്റെ പേരിൽ ഒരു വർഷത്തേക്കുള്ള നിയമനമെന്നുള്ള നിലയിൽ മോഡി കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ യുവത്വത്തെ കൊടുക്കുകയാണ്. രാജ്യത്ത് സ്ഥിരം തൊഴിലെല്ലാം ഒഴിവാക്കി കരാർ നിയമനവും അപ്രൻറ്റീസ് നിയമനവുമെല്ലാം നടത്തി ഇന്ത്യയുടെ തൊഴിൽ ശക്തിയെ തുച്ഛവേതനത്തിൽ ഏറ്റവും ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിന് കോർപ്പറേറ്റുകൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നില്ല. 29% നമ്മുടെ തൊഴിൽ ശക്തി എന്ന് പറയുന്നത്, ജനസംഖ്യയുടെ 29%.
ഇതിൽ 21.7% മാത്രമാണ് വരുമാനമുള്ള എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവർ. ബാക്കിയുള്ള 8% പേരും തൊഴിലില്ല പടയിലാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. അപകടകരമായ നിലയിൽ നമ്മുടെ തൊഴിലില്ലായ്മയുടെ വളർച്ച ഇന്ത്യ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ ഭാവിയെ, ഈ വലിയ വിഭാഗത്തെപ്പറ്റി ഒരക്ഷരം മോഡിയും നിർമ്മല സീതാരാമനും ഈ ബഡ്ജറ്റ് പറയുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഇ-ശ്രം പോർട്ടലിൽ കോടിക്കണക്കായ മനുഷ്യർ ഒരു സുരക്ഷയുമില്ലാത്ത ഗിഗ് ജോലികൾ ചെയ്യാൻ തയ്യാറാണെന്ന സന്നദ്ധതയോടുകൂടി ഈ പോർട്ടലിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുക. ഇന്ത്യ രാജ്യത്തെ ഇൻഷുറൻസ്, ബാങ്കിങ് മേഖലകളിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തെക്കാളും അധികമാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം എന്ന് പറയുന്നത്. എന്തു ജോലിയും തുച്ഛമായ കൂലിക്ക് ചെയ്യാൻ തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ യുവത്വം മാറുകയാണ്. അതുതന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യത്തെ മോഡി കൊണ്ടുപോകുന്നു. കോർപ്പറേറ്റുകളെക്കുറിച്ചും സമ്പന്നരെക്കുറിച്ചൊക്കെ തോരാതെയാണ് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിന് മുമ്പേയും അതിൻ്റെ ശേഷവും ബഡ്ജറ്റിലുമെല്ലാം സംസാരിച്ചത്. എന്നാൽ രാജ്യത്തെ അധ്വാനിക്കുന്ന തൊഴിലാളികളെക്കുറിച്ചോ അവരുടെ ക്ഷേമത്തെക്കുറിച്ചോ ഒരക്ഷരം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല, ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ സന്നദ്ധ പ്രവർത്തകരെന്ന് ഓമന പേരിട്ട് കഠിനാധ്വാനം ചെയ്യിക്കുന്ന ഒരു വിഭാഗമാണ് സ്കീം വർക്കേഴ്സ്. ലക്ഷക്കണക്കായ പാവങ്ങളാണ് ആശ, അംഗൻവാടി, സ്കൂൾ പാചകം തുടങ്ങിയ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് ഒന്നും പുതുതായി നൽകിയില്ലെന്ന് മാത്രമല്ല, ഈ വിഭാഗത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ നടത്തിയിട്ടില്ല. രാജ്യത്തെ പ്രധാന തൊഴിൽ മേഖലയായ ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് മുൻകാലങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരുന്ന വാഗ്ദാനങ്ങൾ ആവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ബഡ്ജറ്റിലും കണ്ടിട്ടുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിനെക്കുറിച്ച് ഒരു പ്രത്യേക പരാമർശവും നടത്തിയില്ലെന്ന് മാത്രമല്ല, ഈ പദ്ധതിയുടെ മരണമണി മുഴക്കുകയാണ് നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിലൂടെ ചെയ്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉത്തേജനത്തിന് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുത്ത് സമ്പദ്ഘടനയെ ചലനാത്മകമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ഘട്ടം ഘട്ടമായി ഇല്ലാതെയൊക്കെയാണ് മോഡി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഏകദേശം 13,40,997 പേർ ഈ പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന് സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ പറയുന്നു. ഇതിന് പുറമെയാണ് ഒരു 10 കോടിയോളം മനുഷ്യർ ആധാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രജിസ്ട്രേഷനിലെ അപാകത മൂലം ഇതിൻ്റെ പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ടു കൂട്ടർ കൂടി കൊട്ടിയ ഏകദേശം ഒരു 23 കോടിയോളം വരുന്ന മനുഷ്യർ ഈ പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായി ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികം അനൗദ്യോഗികമായ കണക്കുകൾ കാണിക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് 100 ദിവസം ജോലി കൊടുക്കാൻ ഏറ്റവും ചുരുങ്ങിയത്, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 13 കോടി മനുഷ്യർക്ക് തന്നെ കൊടുക്കാൻ 2 ലക്ഷം കോടി രൂപയെങ്കിലും ഒരു വർഷം മിനിമം വേണ്ടി വരും. എന്നാൽ ഇത്തവണ വകയിരുത്തിയത് 89,154 കോടി മാത്രമാണ്. ഈ പദ്ധതിയെ ഘട്ടം ഘട്ടമായി തകർക്കുക എന്നുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടതാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ. ആ വിഭാഗങ്ങൾക്കോ കർഷകർക്കോ കർഷക തൊഴിലാളികൾക്കോ അവരുമായി ബന്ധപ്പെട്ട മേഖലകൾക്കോ ന്യായമായി അവകാശപ്പെട്ടതൊന്നും നൽകില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പം രാജ്യത്തിന് മുന്നിലുള്ള അനുഭവം എന്ന് പറയുന്നത്. ദളിത് ക്ഷേമ പദ്ധതികളിൽ ഏകദേശം 27,000 കോടി രൂപയുടെ കുറവാണ് കേന്ദ്രം ഇത്തവണ വരുത്തിയത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചതിനേക്കാളും 27,000 കോടി രൂപയുടെ കുറവ് ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതിയിൽ വരുത്തിയിരിക്കുന്നു. ആദിവാസി വിഭാഗങ്ങൾക്കുള്ളതിൽ 17,000 കോടിയുടെ കുറവാണ് വരുത്തിയത്. പട്ടികജാതി പട്ടികവർഗ സംയുക്ത ഘടക പദ്ധതികളിൽ നിന്ന് നേരത്തെ തന്നെ സർക്കാർ ഇങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അത് പൂർണ്ണമാവുന്ന നിലയിലേക്ക് മാറി. ഈ വിഭാഗത്തിനായിട്ടുള്ള പ്രത്യേകമായ എല്ലാ ഘടക പദ്ധതികളും ഇപ്പോൾ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ജനസംഖ്യയിൽ ഏകദേശം 16.8% വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ബജറ്റ് വിഹിതത്തിൻ്റെ 0.23% മാത്രമാണ് മാറ്റിവെക്കുന്നത്. കേരളത്തിൽ ഈ വിഭാഗത്തിൻ്റെ ജനസംഖ്യയിലെ അനുപാതത്തെക്കാളും അധികം പണം ചെലവഴിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിക്കുന്നതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത്. പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 100 കോടി രൂപയാണ് കുറച്ചത്.
അവരുടെ ഫെലോഷിപ്പ് 230 കോടി രൂപയാണ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റേ 100 കോടി കുറച്ച് പൈസ വക എഴുതിയിട്ടുണ്ട്, ഇത് പൂർണ്ണമായും ഒഴിവാക്കി. അതുപോലെ തന്നെയാണ് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 6359 കോടി രൂപ ഉണ്ടായിരുന്നത് 5900 കോടി രൂപയാക്കിയിട്ട് വെട്ടിച്ചുരുക്കി. SC/ST കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ വലിയ ധനസഹായം നൽകിയിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റ് വരെയുള്ള കാലയളവിൽ 30 കോടി രൂപ വരെ ഈ നിലയിൽ നൽകിയതാണ്. കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം കൊടുത്തത് 30 കോടിയാണ്. എന്നാൽ ഇത്തവണ SC/ST കോർപ്പറേഷന് 1 കോടി രൂപ മാത്രം മാറ്റിവെച്ച് ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും BJPയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ധാരാളം ഭവനരഹിതരായ പാവങ്ങളുണ്ട്. PMAY സ്കീമിൽ തുച്ഛമായ തുക അവർക്ക് വീടുണ്ടാക്കാൻ കുറേ കാലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ വലിയ കുറവ് വരുത്തി. കഴിഞ്ഞ ബഡ്ജറ്റിൽ 30,171 കോടിയായിരുന്നു വകയിരുത്തിയെങ്കിൽ ഇത്തവണ അത് 13,670 കോടിയായി, പകുതിയിലും താഴെയായി കുറച്ചിരിക്കുന്നു. 16,501 കോടി രൂപയുടെ കുറവാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന തുച്ഛമായ വകയിരുത്തിൽ നിന്ന് കുറച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ പാവങ്ങൾ, ഇന്ത്യ രാജ്യത്തെ പാവങ്ങൾ വീട് വെക്കുകയും വേണ്ട, അവർക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല എന്നുള്ള പ്രഖ്യാപനമാണ് നിർമ്മല സീതാരാമൻ നടത്തുന്നത്. ഈ നിലയിൽ കോടിക്കണക്കായ സാധാരണ മനുഷ്യർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊള്ളയടിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ പറയുന്നു 1,00,000 കോടി രൂപ ഞങ്ങൾ നഷ്ടം സഹിച്ച് ആദായ നികുതി പരിധിയിൽ ഇളവ് നൽകുകയാണ്. മോഡി പറയുന്നതും മാധ്യമങ്ങൾ ആർത്തു വിളിക്കുന്നതുമെല്ലാം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായി ഇതിനെ കാണിക്കുകയാണ്. 2024 ആദായ നികുതി റിട്ടേൺസ് രാജ്യത്താകെ സമർപ്പിച്ചത് ജനസംഖ്യയിലെ 8.6% മാത്രമാണ് റിട്ടേൺസ് സമർപ്പിച്ചത്. ഇതിൽ 4.5 കോടി പേർ മാത്രമാണ് ആകെ നികുതി അടയ്ക്കുന്നവർ. ഇതിൽ തന്നെ 12 ലക്ഷം കോടി എന്ന പരിധിക്കകത്ത് വരുന്നത് 1 കോടിക്കടുത്ത് ആളുകൾ മാത്രമാണ്. രാജ്യത്തെ 76 കോടി മനുഷ്യന്മാർക്ക്, അതായത് ജനസംഖ്യയുടെ 53%-ലധികം വരുന്ന പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വിവിധ നിലകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന പരിമിതമായ ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചിട്ടാണ് മോഡി ജനസംഖ്യയുടെ 0.5% മാത്രം വരുന്ന 1 കോടിയിൽ താഴെ മാത്രം വരുന്ന മനുഷ്യന്മാർക്ക് 1,00,000 കോടി രൂപയുടെ ഇളവ് നൽകി എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 76 കോടി മനുഷ്യന്മാർക്ക് ദുരിതങ്ങൾ നൽകിയാണ് 0.5% മോഡി ഈ ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചതെന്നർത്ഥം. ഈ സത്യം വിളിച്ചു പറയാൻ കോർപ്പറേറ്റ് പാദസേവകരായിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ചെറിയ വിഭാഗം വരേണ്യവർഗത്തിൻ്റെ മുൻഗണനകളും താല്പര്യങ്ങളും ആധിപത്യം വഹിക്കുന്നു എന്ന ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പാവങ്ങളോടുള്ള ക്രൂരമായ അവഗണന മറച്ചുവെച്ച് നിർമ്മല സീതാരാമൻ്റെ സാരിയുടെ സ്വർണ്ണക്കസവിനെക്കുറിച്ച് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. 142 കോടി മനുഷ്യരുള്ള ഇന്ത്യ രാജ്യത്തെ 1% താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മോഡി സർക്കാരിൻ്റെ നയങ്ങൾ ഏറ്റവും അവസാനം ഈ ബഡ്ജറ്റിലൂടെയും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഒന്നാമത്തെ ഗ്രോത്ത് എൻജിൻ എന്ന് പറയുന്നത് കാർഷിക മേഖലയാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡിയോ അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ കാർഷിക മേഖലയ്ക്ക് കടുത്ത അവഗണനയാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായതെന്നുള്ളതാണ് അനുഭവം. കർഷകർക്ക് കടാശ്വാസമോ മറ്റ് ഇളവുകളോ ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, കാർഷിക സബ്സിഡികൾ മുഴുവൻ വെട്ടിക്കുറച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ ഒരു മിനിമം താങ്ങുവില അത് നിയമപരമായി അവർക്ക് ലഭിക്കുന്നതിന് കാലങ്ങളായി രാജ്യവും കർഷകരും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല, നിയമപരമാക്കി മാറ്റിയില്ല എന്നുള്ളത് കർഷകരോടുള്ള വെല്ലുവിളിയായി നിൽക്കുക. 2017 ബഡ്ജറ്റിലാണ് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് മോഡി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നു അത്. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ കർഷകരുടെ ജീവിതം ദുരിതപൂർണമായി മാറി എന്നുള്ളതാണ് രാജ്യത്തെ അനുഭവം.
റബ്ബർ ഇറക്കുമതി, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളയായ റബ്ബറിൻ്റെ ഇറക്കുമതി ഒരു നിയന്ത്രണവും ഇല്ലാതെ തുടരുക. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവും അതിൻ്റെ 50% ചേർത്ത് മിനിമം താങ്ങുവില നിശ്ചയിക്കണമെന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കണ്ട ഭാവം മോഡിക്കോ നിർമ്മല സീതാരാമനോ BJPക്കോ ഇല്ല. രാസവളങ്ങൾക്ക് പരിമിതമായ നിലയിൽ നൽകിക്കൊണ്ടിരുന്ന സബ്സിഡിയിൽ ഇത്തവണ 3400 കോടി രൂപയാണ് കുറവ് വരുത്തിയത്. വിള ഇൻഷുറൻസിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതത്തിൽ 3500 കോടി രൂപയുടെ കുറവ് വരുത്തി. ഭക്ഷ്യ സബ്സിഡിയിൽ കുറവ് വരുത്തിയത് 3400 കോടി രൂപയാണ്. കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കുമെല്ലാം വാരിക്കോരി സൗജന്യങ്ങൾ കൊടുക്കുന്ന മോഡി സാധാരണക്കാർക്ക് ദുരിതങ്ങൾ മാത്രം നൽകുക. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ മാനവ വിഭവ ശേഷി വികസനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ വൻ തുകയാണ് ചെലവഴിക്കുന്നത്. അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 6%-ലധികം ഏറ്റവും ചുരുങ്ങിയത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ GDPയുടെ 0.5% മാത്രമാണ്, ബജറ്റിൻ്റെ 2.8% മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്നത്. വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സർക്കാർ കൈയൊഴിഞ്ഞ് അതിനെ വാണിജ്യവൽക്കരിക്കുക എന്നുള്ള മോഡി പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിക്ഷേപത്തിലെ കുറവ്, ഈ വകയിരുത്തലിലെ കുറവ് ഈ നിലയിലേക്ക് മോഡി വരുത്തിയിരിക്കുന്നത്. ഇതിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പാവങ്ങളും സാധാരണക്കാരുമായ മനുഷ്യർ ഈ മേഖലയിൽ നിന്ന് തഴയപ്പെടുന്നു എന്നുള്ളതാണ്. പൊതുജനാരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ഇത്രയും തുച്ഛമായ തുക വകയിരുത്തുന്ന ഒരു രാജ്യവും ലോകത്തുണ്ടാവില്ല എന്നാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം ഇന്ത്യ രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടിയത്. 2014 മുതൽ ഘട്ടം ഘട്ടമായി ആരോഗ്യ മേഖലയുടെ വിഹിതം മോഡി കുറച്ചുകൊണ്ടേ വരികയാണ്. രാജ്യത്ത് 2.7 കോടി കുട്ടികൾ ഭാരക്കുറവ് നേരിടുന്നവരാണ്. 36% കുട്ടികളും അവരുടെ വളർച്ച മുരടിപ്പിലാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭാവിയായ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ ഒരു തുകയും വകയിരുത്തുന്നില്ല, ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല എന്നുള്ള പേടിപ്പെടുത്തുന്ന അനുഭവമാണ് ബഡ്ജറ്റിലൂടെ പുറത്തു വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്ത ചെലവിൻ്റെ 13% പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി നീക്കിവെക്കുകയാണ്. ഇത്തവണ അത് 4.79% വർദ്ധിപ്പിച്ചു. ഈ പണം മുഴുവൻ ഏറ്റവും പ്രധാനമായി വിനിയോഗിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അമേരിക്കൻ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞ് അവർ തരുന്ന ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റും മോഡിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെയും ഒരു ജനതയുടെയും ആത്മാഭിമാനത്തെ വിലങ്ങ് വെച്ചിട്ടും ട്രംപിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ മറുപുറമാണ് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ നമ്മുടെ പണം വലിയ നിലയിലേക്ക് വിനിയോഗിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഓരോ വർഷവും കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന തുക ചെലവഴിക്കുന്നില്ല എന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 1,00,000 കോടിയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയ വിവിധ പദ്ധതികൾക്ക് വേണ്ടി വകയിരുത്തിയ തുക ചെലവഴിക്കാതിരുന്നത്. ഇതിന് പുറമെ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന തുകയിൽ 1,12,000 കോടി രൂപ നൽകിയില്ല. ഇതിനും പുറമെയാണ് ധനകമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന തുകയിൽ 22,000 കോടി നൽകാതിരുന്നതും. ഇത് രാജ്യത്തോടും ജനങ്ങളോടുള്ള വലിയ വഞ്ചനയാണ്, ക്രൂരമായ വഞ്ചനയാണ്. ഇത്തവണ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബഡ്ജറ്റിനകത്ത് നമ്മുടെ സർക്കാരിൻ്റെ ചെലവിൽ വലിയ കുറവ് വരുത്തുകയാണ്. സർക്കാരിൻ്റെ ചെലവ് കുറയുക എന്ന് പറഞ്ഞാൽ ക്ഷേമ പദ്ധതികളിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. ഏകദേശം 14.2% കുറവാണ് GDPയുടെ 14.2% തുകയുടെ കുറവാണ് ഇത്തവണ സർക്കാർ ചെലവിൽ സർക്കാർ കുറച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ബാധിക്കുക സാധാരണ ജനങ്ങളെയാണ്. 26.4 കോടി മനുഷ്യർ കൊടും പട്ടിണി അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് അന്താരാഷ്ട്ര ഏജൻസികളുടെ എല്ലാ കണക്കിലും കാണിക്കുന്നു. ആഗോള പട്ടിക സൂചികയിൽ ഇനി നമുക്ക് പിന്നിലായി അഫ്ഗാനിസ്ഥാൻ മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഏറ്റവും പിന്നിൽ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരശേഷി, അവരുടെ വളർച്ച, തൂക്കം ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ഹങ്കർ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്നു. നമുക്ക് പിന്നിൽ ഇനി അഫ്ഗാനിസ്ഥാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ സർക്കാർ ഇപ്പോഴും
പൊതു ആരോഗ്യ മേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ് അപകടകരമായ നിലയിൽ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു. ഇന്ത്യൻ ജനതയുടെ ആരോഗ്യാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ സർക്കാരുകൾ ചെയ്യേണ്ടത് ഈ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കുകയാണ്. എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. കൊടും പട്ടിണിക്കാരല്ലാത്ത ഈ രാജ്യത്തെ 24.7% ശരാശരി വരുമാനം ഗ്രാമങ്ങളിൽ 2515 രൂപ മാസം, നഗരത്തിൽ 3639 രൂപയാണ്. അപ്പോൾ കൊടും പട്ടിണിക്കാരല്ലാതെ കുറച്ച് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതാവസ്ഥ എന്താവുമെന്നുള്ളത് നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഏകദേശം 53% വരുമെന്നാണ് എല്ലാ കണക്കുകളും കാണിക്കുന്നത്. ഇത്തരമൊരു കാലത്ത് ഒരു സർക്കാർ ചെയ്യേണ്ടത്, രാജ്യത്തെ ഒരു സർക്കാർ ചെയ്യേണ്ടത്, കുറഞ്ഞ വരുമാനമുള്ളവർക്ക് അവരുടെ വരുമാനത്തിന് മുകളിൽ ചുമത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നികുതിയും ഒഴിവാക്കി അവരുടെ വാങ്ങൽ ശേഷിയെ, ക്രയശേഷിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാം വിപുലപ്പെടുത്തി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. തൊഴിലാളികളുടെയും കർഷകരുടെയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കലാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തലാണ്. സാധാരണ മനുഷ്യരുടെ ക്രയശേഷി വർദ്ധിക്കുന്ന വിധത്തിൽ അവരിലേക്ക് പണം എത്തിച്ചു കൊടുക്കലാണ്. കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നന്മാർക്കും നികുതി വർദ്ധിപ്പിക്കലാണ് മറ്റൊരു മാർഗമെന്ന് പറയുന്നത്. ശതകോടീശ്വരന്മാരായ 200-ലധികം പേർക്ക് 4% സ്വത്ത് നികുതി ഏർപ്പെടുത്തണമെന്നുള്ളത് രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില നിശ്ചയിക്കുക, അത് നിയമപരമാക്കുക എന്നുള്ളതാണ് സർക്കാർ ഇക്കാലത്ത് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പൊതുമേഖലയെ സംരക്ഷിക്കുകയും അവയുടെ സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും എല്ലാം നിർത്തിവെക്കുക എന്നുള്ളതാണ് സർക്കാർ ഇക്കാലത്ത് ചെയ്യേണ്ടത്. തൊഴിലുറപ്പ് പദ്ധതി ശക്തിപ്പെടുത്തുകയും ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാൻ സർക്കാർ തയ്യാറാവണം. ആരോഗ്യ മേഖലയ്ക്ക് GDP-യുടെ 3%, വിദ്യാഭ്യാസ മേഖലയ്ക്ക് GDP-യുടെ 6% മാറ്റിവെക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു കാലത്തെ ഇന്ത്യ രാജ്യത്തൊരു സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. പൊതുവിതരണ സമ്പ്രദായത്തെ സർക്കാർ ശക്തിപ്പെടുത്തണം. സംസ്ഥാനങ്ങൾക്ക് സമതുലിതമായ നിലയിൽ കൂടുതൽ ഫണ്ട് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാവണം. കോടികൾ സ്വന്തമായി വാരിക്കൂട്ടുന്നതിന് വേണ്ടി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ നിരന്തരമായി ഏർപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ലാത്ത സെസ്സുകളും സർചാർജുകളും എല്ലാം പിൻവലിക്കണം. ഇതിനൊക്കെയായി ഇത്തരം രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമെല്ലാം ഇന്ത്യൻ ജനത നേതൃത്വം നൽകേണ്ട ഒരു കാലമാണിത്. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വലിയ പോരാട്ടങ്ങളല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഇന്ത്യൻ യൂണിയൻ എന്നാണ് പറയുക. സംസ്ഥാന അടിസ്ഥാനത്തിൽ ജനങ്ങളോട് വേർതിരിവ് കാണിക്കാൻ വേണ്ടി പാടില്ല എന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതിനാണ് ഫെഡറൽ സ്വഭാവം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമെന്ന് പറയുന്നത് ഈ ഫെഡറൽ ഘടനയാണ്. എന്നാൽ ഈ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന സമീപനമാണ് മോഡി സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങളെ നിഷേധിക്കുന്നതിലൂടെ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ തന്നെ തകർക്കുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമതുലിതമായ വികസനമെന്ന സങ്കല്പത്തെ തന്നെ തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഏറ്റവും അവസാനം ഈ ബഡ്ജറ്റിലൂടെ ചെയ്തിരിക്കുന്ന കൊടും പാതകമെന്ന് പറയുന്നത് കേരളമെന്ന നമ്മുടെ പിറന്ന നാടിന് പൊറുക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിലയിലേക്കുള്ള അനീതിയാണ് കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ BJPയുടെ നേതൃത്വത്തിൽ, മോഡിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തോടുള്ള അവഗണനയുടെ രാഷ്ട്രീയ രേഖയാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യ നിലയിൽ കാണേണ്ട കേന്ദ്ര സർക്കാർ കേരളത്തെ ബഡ്ജറ്റിൻ്റെ പടിക്ക് പുറത്താണ് നിർത്തിയിരിക്കുന്നത്. കേരളം ഇന്ത്യയിലല്ലേ എന്ന ന്യായമായ സംശയമാണ് മലയാളി ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളം എന്നൊരു പരാമർശം പോലും ഇല്ല. അത് ഒഴിവാക്കിയിരിക്കുക. നാം പിന്നോക്ക സംസ്ഥാനമല്ല എന്നാണ് BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും തരാത്തത്. ബഡ്ജറ്റിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേയിൽ കേരളം നമ്പർ 1 ആണെന്ന് സമ്മതിക്കുകയാണ്.
സുസ്ഥിര വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, ഭൂവിനിയോഗം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയിലെല്ലാം കേരളം ഏറ്റവും മുന്നിലാണെന്ന് സാമ്പത്തിക സർവേ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുകളിലെല്ലാം വിവിധ മേഖലകളിൽ ലോകത്താകെയുള്ള വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്നതാണ് കേരളത്തിൻ്റേതെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ പരാമർശങ്ങളെല്ലാം വെച്ച് കൂടുതൽ ഫണ്ടുകളും കൂടുതൽ കേന്ദ്ര പദ്ധതികളുമെല്ലാം അനുവദിക്കുന്നതിന് പകരം നാം നേടിയ പുരോഗതി അത് കേരളത്തെയും മലയാളികളെയും ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് കേന്ദ്ര BJP സർക്കാർ, മോഡി, നിർമ്മല സീതാരാമൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നാം മുൻകൂട്ടി തന്നെ കേന്ദ്രത്തിന് നൽകേണ്ടായി. കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് മലയും മറുഭാഗത്ത് കടലുമാണ്. തീരദേശവും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, തീരദേശത്തിൻ്റെ സംരക്ഷണം, അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം, ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിന് സവിശേഷമായിട്ടുള്ള പ്രശ്നമാണ്. മലയോരത്താണെങ്കിൽ വന്യജീവി ആക്രമണം, മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമാവുന്ന നിലയിലേക്ക് പോവുകയാണ്. ഇതിന് രണ്ടിനും ശാശ്വത പരിഹാരം കാണണം. രാജ്യത്തിൻ്റെ പൊതുവായ വിസ്തൃതിയുടെ 1% മാത്രമാണ് നമ്മുടെ കേരളം വരുന്നത്. ഇങ്ങനെ നീണ്ടുകിടക്കുന്ന ഈ കേരളത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ, സ്വാഭാവികമായും തീരദേശത്തിൻ്റെ ധാരാളം നിയന്ത്രണങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. മലയോര മേഖലക്കകത്ത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവിടെയും നിൽക്കുന്നു. ഇതിൻ്റെ നടുവിലാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാമൂഹ്യമായ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന മലയാളി ലോകത്തെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ധാരാളം പരിമിതികൾ, ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നതിന് ധാരാളം പരിമിതികൾ കേരളത്തിന് നിലനിൽക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ജീവിക്കുന്ന ഈ പറയുന്ന സാമൂഹ്യമായ നിലയിലേക്ക് ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുന്ന മലയാളിക്ക് ഈ പരിമിതികളെയെല്ലാം മറികടന്നുള്ള സൗകര്യങ്ങൾ ആവശ്യമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നാം നേടിയ നേട്ടങ്ങൾ ഇന്നത്തെ സൗകര്യങ്ങൾക്ക് നമുക്ക് മതിയാവുന്നില്ല എന്നുള്ള നിലവരികയാണ്. ഇന്നത്തെ മലയാളിക്ക് ഇന്നത്തെ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പോരാ, കുറേ കൂടി മെച്ചപ്പെട്ടത്, വലിയ ഉയർന്ന നിലയിലേക്കുള്ളത് വേണം. അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പം, കാർഷിക വ്യാവസായിക മേഖലയിലെ ഉൽപ്പാദന കുറവ്, ഇതെല്ലാം നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതായത് നാം നേടിയ നേട്ടങ്ങളുടെ തുടർച്ചയായ രണ്ടാം തലമുറ പ്രശ്നങ്ങളെയാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത്. സാമൂഹ്യ പുരോഗതിക്ക് നാം നൽകിയ ഊന്നൽ പശ്ചാത്തല സൗകര്യ വികസനത്തിന് പണം വകയിരുത്തുന്നതിൽ നമ്മളെ പിന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വൻ കുതിപ്പുണ്ടാക്കിയാലേ നമ്മുടെ കേരളത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ, മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പറ്റൂ, നമ്മുടെ നേട്ടങ്ങൾ നിലനിർത്താനാവൂ. കേരളം നമ്പർ 1 ആയതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കേണ്ടതില്ലാത്ത ധാരാളം പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ഇവയെല്ലാം പരിഹരിക്കാൻ നമുക്ക് പണം വേണം. ഇതിന് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള പദ്ധതിയോ പ്രത്യേക സഹായമോ കിട്ടണം. ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. നമുക്ക് അർഹതപ്പെട്ടത് കിട്ടണം. നമുക്ക് അർഹതപ്പെട്ടത് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ പറയുന്ന നിലയിൽ മുന്നോട്ട് കുതിക്കാനാവും. ഇത്തരമൊരു സവിശേഷ സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ബഡ്ജറ്റിന് മുമ്പേ 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് നാം കേരളത്തിന് സമർപ്പിച്ചത്. എന്നാൽ അതിന് കടലാസിൻ്റെ വില പോലും മോഡി സർക്കാർ നൽകിയില്ല. നമ്മുടെ മികവും ഉന്നതിയും എല്ലാം പകയോടുകൂടി കണ്ടാണ് കേന്ദ്രം നമ്മോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊന്നും ചെയ്യാനാവാത്തത് നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളെ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് മോഡിയും BJPയും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ ക്ഷേമ പദ്ധതികളൊന്നും തുടരാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, കേരള മോഡലിനെ ഞങ്ങൾ തകർക്കും എന്നാണ് BJPയും മോഡിയും ഈ സാമ്പത്തിക ഉപരോധത്തിലൂടെ ഏറ്റവും അവസാനം ഈ ബഡ്ജറ്റിലൂടെ ക്രൂരമായ അവഗണനയിലൂടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പകയോടുകൂടിയുള്ള ഈ ഒരു തുടർച്ചയാണ്, സമീപനത്തിൻ്റെ തുടർച്ചയാണ് ബഡ്ജറ്റിൽ കൂടുതൽ പ്രകടമായത്. നാം ദയയാചിച്ച് മോഡിയുടെ അടുത്തേക്ക് പോകാനൊന്നും പോകുന്നില്ല. ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് അവകാശപ്പെട്ടതാണ് മോഡി നിഷേധിക്കുന്നത്. അത് നമുക്ക് കിട്ടണം. അത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും മലയാളിയും കേരളവും സ്വീകരിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് ആ രാഷ്ട്രീയ വിരോധം വെച്ച് കേരളത്തിലെ ജനങ്ങളെ ആകെ ശിക്ഷിക്കുകയാണ് ഇപ്പോൾ മോഡിയും BJPയും നിർമ്മല സീതാരാമനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നോക്ക സംസ്ഥാനങ്ങൾക്കായി
കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ പൊതുമാനദണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ പരിഗണിക്കണം, നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം വെച്ച് പരിഗണിക്കണം എന്നാണ് 24,000 കോടി രൂപയുടെ പദ്ധതി നാം മുന്നോട്ട് വെക്കുമ്പം കേന്ദ്ര സർക്കാരോട് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു മാനദണ്ഡം കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നുള്ളത് കൊണ്ടുകൂടിയാണ് നാം ഒരു പ്രത്യേക പാക്കേജ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും ന്യായമായ 14 ആവശ്യങ്ങളടങ്ങിയ 24,000 കോടി രൂപയുടെ പാക്കേജാണ് നാം കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. വയനാട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് 2,000 കോടി രൂപ, വന്യജീവി മനുഷ്യ സംഘർഷം അത് ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് ശാശ്വതമായി പരിഹരിക്കേണ്ട 1,000 കോടി രൂപ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിനായി ഒരു 5,000 കോടി രൂപ, തോട്ടവിളകളുടെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായ തുക, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ഒരു 4,500 കോടി രൂപ, ദേശീയപാതയുടെ സ്ഥലമെടുപ്പിന് വേണ്ടി നാം നേരത്തെ നൽകിയ 6,000 കോടി രൂപ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകണം. ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങളാണ് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ മുൻഗണന അനുസരിച്ച് അവതരിപ്പിച്ചത്, നമ്മൾ പ്രോജക്റ്റായി കൊടുത്തത്. എന്നാൽ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, BJP നേതാക്കന്മാരായിട്ടുള്ള 2 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തെയും ജനങ്ങളെയും ഈ നാടിനെയും എല്ലാം അപമാനിക്കുന്ന നിലയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവും ന്യായവുമായ ഒരാവശ്യവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. നമുക്കൊന്നും തന്നില്ല. കേരളത്തിൻ്റെ ദശാബ്ദങ്ങളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നമ്മുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ബാലുശ്ശേരിയിലെ കിനാലൂരിൽ നാം സ്ഥലം കണ്ടെത്തി, കെട്ടിട നിർമ്മാണത്തിലുള്ള എല്ലാ സാധ്യതകളും ഉറപ്പാക്കി കേന്ദ്രത്തെ അറിയിച്ചു കൊടുത്തു. പക്ഷേ നമുക്ക് ഇത്രയും കാലമായി അനുവദിച്ചില്ല. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രാഥമിക ആരോഗ്യ മേഖല പൂർണ്ണമായ നിലയിലേക്ക് വളർച്ച നേടിയ സംസ്ഥാനമാണ് കേരളം. യഥാർത്ഥത്തിൽ ആദ്യഘട്ടം തന്നെ എയിംസ് അനുവദിച്ചു കിട്ടേണ്ടത് നമുക്കാണ്. പ്രാഥമികവും ദ്വിതീയവുമായ മേഖലയിൽ നാം നേടിയ മികവുറ്റ നേട്ടങ്ങൾക്ക് തുടർച്ചയായി തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ നമുക്കാണ് ആദ്യം അനുവദിച്ച് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രാഥമിക ആരോഗ്യ മേഖലയും ദ്വിതീയ ആരോഗ്യ മേഖലയും എല്ലാം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഏറ്റവും ഉയർന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് അത് നമുക്ക് കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ നമുക്കത് തരുന്നില്ല. പ്രാഥമിക ആരോഗ്യ മേഖലയിൽ മുന്നോട്ട് പോകേണ്ട സംസ്ഥാനങ്ങൾക്ക് 1ഉം 2ഉം എയിംസുകൾ അനുവദിച്ചപ്പം നമുക്ക് ഒന്നും തരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്താകെ 25 എയിംസുകളുണ്ട്. 25 എണ്ണം രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 25 എണ്ണം ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പം ദക്ഷിണേന്ത്യയിൽ എയിംസ് ഇല്ലാത്ത ഏക സംസ്ഥാനമായി നമ്മുടെ കേരളം തുടരുക. രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ് കേന്ദ്ര സർക്കാരും BJPയും ഇത്തരമൊരു നിലപാടെടുക്കാൻ കാരണം. വയനാട് പുനരധിവാസത്തിന് ഒരു ചില്ലിക്കാശ് അനുവദിക്കാതിരുന്നത് ദുരിതം അനുഭവിക്കുന്ന ആ മനുഷ്യരോട് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന കൊടും ക്രൂരതയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളോട്, സ്വന്തം പൗരന്മാരോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ഒരു രാജ്യമേ ലോകത്തുണ്ടാവൂ, അത് മോഡി ഭരിക്കുന്ന ഇന്ത്യ മാത്രമായിരിക്കും. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം രാജ്യത്തെ തന്നെ അതിദാരുണമായ ദുരന്തമായിരുന്നു. 301 മനുഷ്യർ, 254 പേർ നേരത്തെ തന്നെ മരിച്ചു, മൃതദേഹങ്ങളെല്ലാം കിട്ടി, 47 പേരെ കാണാനില്ല. ഇത് മാത്രം വെച്ചാൽ 301 പേരായി. ഇതിനും അപ്പുറത്തേക്കാണ് കണക്കുകളുള്ളതെന്ന് പറയുന്നു. ഇത്രയും ആളുകൾ കൊല ചെയ്യപ്പെട്ട, മരണപ്പെട്ട സംഭവം, ഒരു നാടിൻ്റെ സർവ്വതും ഒലിച്ചുപോയ ഭീതിതമായ ദുരന്തം, ഒരു നാടും ജനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ദുരന്തം ഈ ലോകം മുഴുവൻ കണ്ടതാണ്. പ്രധാനമന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദവും എല്ലാം ചൂരൽമലയിലെത്തി. അവർ ഫോട്ടോഷൂട്ട് നടത്തി, ഒരു കുട്ടിയെ താലോലിച്ച് വീഡിയോ ഉണ്ടാക്കി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. എന്നാൽ 1 രൂപയുടെ സഹായവും നിങ്ങൾക്ക് തരില്ല എന്ന മനുഷ്യത്വരഹിതമായ, ദുഃഖകരമായ, പ്രതിഷേധാർഹമായ നിലപാടാണ് കേന്ദ്ര സർക്കാരും BJPയും മോഡിയും ഈ കാലത്തെടുത്തത്. വാർത്തയിൽ ഇടം നേടാൻ നരേന്ദ്രമോദി രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന് വിധേയരായ മനുഷ്യരുടെ ദാരുണമായ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുകയായിരുന്നു, ഉപയോഗിക്കുകയായിരുന്നു. മോഡി താലോലിച്ചഭിനയിച്ച പിഞ്ചോമന നൈസ ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുക.
മനുഷ്യത്വമില്ലാതെ ഒരു ജനതയെ വഞ്ചിക്കുകയായിരുന്നു നരേന്ദ്രമോദി വയനാട്ടിൽ വന്ന് ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിസ്സഹായരായ മനുഷ്യരോട് രാഷ്ട്രീയ പകപോക്കൽ ഈ നിലയിൽ, ക്രൂരമായ നിലയിൽ BJPയും മോഡിയും നടത്തിക്കൊണ്ടിരിക്കുക. 300 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സ്ഥലം വാങ്ങി ഏകദേശം 30 ലക്ഷം രൂപ ചെലവിൽ 1000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ ഒറ്റനില വീട് പണിയാനും ഒരു സമൂഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് പണിയാനും അതിലേക്കുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനുമെല്ലാം ഏറ്റവും ചുരുങ്ങിയത് 2200 കോടിയെങ്കിലും ചെലവ് വരുമെന്ന് നാം കണക്കാക്കി. ഇതിൽ 2000 കോടി രൂപ പ്രത്യേക പാക്കേജായി നൽകണമെന്നാണ് നാം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ ഒരു നയ പൈസയും തരില്ല, വേണമെങ്കിൽ സ്വന്തം ചെലവിൽ പുനരധിവാസം നടത്തിക്കോ എന്ന പ്രസ്താവനയാണ്, എന്ന വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തു. നമ്മുടെ ബഡ്ജറ്റിൽ 750 കോടി രൂപ ആദ്യഘട്ടമായി നാം ഇതിന് വകയിരുത്തിയിരിക്കുക. ദുരിതബാധിതരുടെ കടം എഴുതി തള്ളുന്നതിനെക്കുറിച്ച് നാം കേന്ദ്ര സർക്കാരോട് നേരത്തെ ധാരാളം ആവശ്യങ്ങൾ നടത്തി. അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നിരന്തരമായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേന്ദ്രത്തോട് വിശദീകരണം ചോദിച്ചു. അന്ന് മോഡി പറഞ്ഞു, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും കടം എഴുതിത്തള്ളാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം നടത്താൻ മോഡി ബോധപൂർവം 5 മാസം വൈകിപ്പിച്ചു. എന്താ അതുകൊണ്ടുണ്ടായത്? രാജ്യാന്തരമായി ആ ഘട്ടത്തിൽ, ദുരന്തം നടന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് വലിയ സഹായങ്ങൾ ലഭിക്കാമായിരുന്നത് തടയുകയായിരുന്നു ബോധപൂർവം നടത്തിയ ഈ വൈകലിൻ്റെ ഭാഗമായി മോഡിയും BJPയും നടത്തിയത്. എന്നിട്ടും സർവ്വതും നഷ്ടപ്പെട്ട ഈ പാവം മനുഷ്യരുടെ 32 കോടിയോളം രൂപ വരുന്ന കടങ്ങൾ എഴുതിത്തള്ളാൻ ഒരു നടപടിയും ഇതുവരെയും എടുത്തില്ല. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ശുപാർശ ചെയ്താൽ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ നമ്മുടെ ദേശസാൽകൃത ബാങ്കുകളോട് ആവശ്യപ്പെട്ടാൽ അവർ അപ്പം എഴുതിത്തള്ളാവുന്നതേ ഉള്ളൂ ഈ കടങ്ങളെല്ലാം. ഇതുപോലും കേന്ദ്രം ചെയ്യുന്നില്ല എന്നുള്ളത് എത്ര ക്രൂരതയോടുകൂടിയാണ് ഒരു രാജ്യത്തെ സർക്കാർ അതിൻ്റെ പൗരന്മാരോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകാതിരുന്നപ്പോൾ ഒരു ചെറിയ മഴക്കെടുതിയും പ്രളയവും എല്ലാം ഉണ്ടായ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു. ത്രിപുരക്ക് 40 കോടിയാണ് ഒരു മഴച്ചാറ്റിലുണ്ടായപ്പോൾ കൊടുത്തത്. ആന്ധ്രാപ്രദേശിന് 6591 കോടി രൂപയാണ് കൊടുത്തത്. തെലുങ്കാനക്ക് 3448 കോടിയാണ് കൊടുത്തത്. ബീഹാറിന് 11500 കോടിയാണ് കൊടുത്തത്. തമിഴ്നാടിന് മഴ ചാറിയപ്പോൾ കൊടുത്തത് 900 കോടി രൂപയാണ്. UPക്ക് 11369 കോടി രൂപ കൊടുത്തപ്പോൾ ഗുജറാത്തിന് 7802 കോടി രൂപ അഡ്വാൻസായി കൊടുത്തു. ഒരു നിവേദനവും ഇല്ലാതെ മുൻകൂറായും അല്ലാതെയും വാരിക്കോരി മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തപ്പോൾ നമ്മുടെ നാടിനോട് ക്രൂരമായ അവഗണനയാണ് കേന്ദ്ര സർക്കാർ കാണിച്ചതും കാണിച്ചുകൊണ്ടേയിരിക്കുന്നതും. എന്നാൽ സംസ്ഥാന സർക്കാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വയനാട്ടിലെ ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ 750 കോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. കേന്ദ്രം തഴഞ്ഞ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാമാതൃകയാക്കി മാറ്റുകയാണ് നമ്മുടെ സർക്കാർ. കേന്ദ്ര ബഡ്ജറ്റിൽ ദുരിതബാധിതർക്ക് നയാ പൈസ അനുവദിക്കാതിരുന്നപ്പോഴാണ് കേരളം അതിൻ്റെ ബഡ്ജറ്റിലെ വലിയ വിഹിതം ഇവർക്കായി മാറ്റിവെച്ചത് എന്നുള്ളത് എത്രമാത്രം 2 സർക്കാരുകളും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമാണെന്ന് ഈ നാടിന് കാണിച്ചു കൊടുക്കുക. കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും പുനരധിവാസവും ടൗൺഷിപ്പും നടപ്പിലാക്കുമെന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനത്തിൻ്റെ ഉറപ്പാണ് ഈ ബഡ്ജറ്റിലൂടെ ആദ്യഘട്ടമായി നാം നീക്കിവെച്ച 750 കോടി കാണിക്കുന്നതും. കൽക്കത്തയിലും അതേപോലെ മേപ്പാടിയിലെയുമെല്ലാം 2 എസ്റ്റേറ്റുകൾക്കകത്താണ് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിൻ്റെ ആദ്യഘട്ട പദ്ധതികൾ എല്ലാം ആരംഭിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ മറികടക്കുന്നതിന് കഴിയും വിധമുള്ള വീടുകൾ അവിടുത്തെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിലുള്ള വീടുകൾ ആദ്യമായി നിർമ്മിക്കുന്നു. തുടർച്ചയായി 6 മാസത്തിനകം ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ളത് യാഥാർത്ഥ്യമാക്കുമെന്നാണ് ബഡ്ജറ്റിലൂടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന
സാഹചര്യം. ഈ ഒരു ഘട്ടത്തിൽ മലയോര മേഖലയിലെ മനുഷ്യർ പേടിച്ച് കഴിയാണ്. അവരെ സംരക്ഷിക്കുന്നതിന് 1000 കോടി രൂപയെങ്കിലും പ്രത്യേക സഹായമായി നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കാട്ടിൽ ഭക്ഷണവും വെള്ളവും എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വനത്തിന് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ മൃഗങ്ങൾ വനത്തിനകത്ത് വർദ്ധിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു പ്രവണത ഏറ്റവും ഭീകരമായ നിലയിലേക്ക് വരുന്നത്. ഇതിന് ശാശ്വതമായി പരിഹാരം കാണണ്ടേ? അത് സംസ്ഥാനത്തിന് മാത്രം കഴിയുന്നതാണോ? കേരളത്തിൻ്റെ 2994 കിലോമീറ്റർ വനാതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തിയാലേ ചെറിയ നിലയിലെങ്കിലും നമുക്ക് ഇവയെ നേരിടാൻ വേണ്ടി പറ്റൂ. ദ്രുതകർമ്മ സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കണം. ഈ പറയുന്ന നിലയിലേക്ക് ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കാൻ 1000 കോടി രൂപ പ്രത്യേകമായി നമ്മൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടപ്പം 1 രൂപ പോലും നിങ്ങൾക്ക് തരില്ല എന്നാണ് മോഡി പറയുന്നത്. കേരളം ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ വെച്ച 50 കോടിക്ക് പുറമെ 75 കോടി കൂടി കൂട്ടി ഈ കേരളത്തിലെ മനുഷ്യരെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി ഇടപെടുകയാണ്. ഇതാണ് കേന്ദ്രവും കേരളവും തമ്മിലുള്ള വ്യത്യാസം. ഈ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് നിക്ഷേപം, എക്സ്പോർട്ട്, വികസനം ഇതൊക്കെയാണ് ഞങ്ങളുടെ മുൻഗണനാ മേഖലകളെന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്നുള്ള നിലയിലും അതേപോലെ തന്നെ ദേശീയ അടിസ്ഥാനത്തിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യവുമെല്ലാം പരിഗണിച്ച് ഒരു വലിയ സഹായം കേന്ദ്രം നൽകേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും 1 രൂപ പോലും നമുക്ക് തന്നില്ല. 2048 വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. നിരവധി തടസ്സങ്ങളാണ്. കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളും എല്ലാം കൂടി ഈ ചെറിയ കാലഘട്ടത്തിനിടയിൽ നടത്തിയത്. എല്ലാറ്റിനെയും നമ്മൾ നേരിട്ടു. 1ാം ഘട്ട പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കി 3 ഘട്ടങ്ങളും 2028 കൂടി പൂർത്തീകരിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ പൂർണ്ണമായ പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കുക. അതിന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ 5000 കോടി രൂപയുടെ ഒരു പാക്കേജാണ് നാം ആവശ്യപ്പെട്ടത്. എന്നാൽ നമുക്കൊന്നും നൽകിയില്ലെന്ന് മാത്രമല്ല, ഈ തുക കടമെടുക്കാനുള്ള അനുമതി പോലും തരില്ല എന്നാണ് കേന്ദ്രം വാശി പിടിക്കുന്നത്. നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും അത് ഞങ്ങൾക്ക് കടമെടുക്കാനുള്ള ഒരു അവകാശം കൊണ്ടാണെന്ന് പറഞ്ഞപ്പം അതുപോലും തരില്ല എന്ന് കേന്ദ്രം പറയുകയാണ്. വിഴിഞ്ഞത്തിനായി ഏകദേശം 8500 കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട്. നേരിട്ടും അനുബന്ധവുമായും ഇതിൽ 5000 കോടിയും ചിലവഴിച്ചത് നമ്മളാണ്. ആ കടമാണ് നമ്മൾ പാക്കേജിൽ ഉൾപ്പെടുത്തി തരികയോ പ്രത്യേകമായി കടമെടുക്കാനുള്ള അനുമതി തരികയോ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നാൽ ഇത് രണ്ടും നിങ്ങൾക്ക് നൽകില്ല എന്ന പ്രതികാര വാഴ്ചയോടുകൂടിയ നിലപാട് മോഡി എടുത്തുകൊണ്ടിരിക്കുകയാണ്, വാശി കാണിക്കുകയാണ്. ഇതൊപ്പം തന്നെയാണ് നിർമ്മാണ കമ്പനിക്ക് കൊടുക്കാൻ നേരത്തെ നിശ്ചയിച്ച വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇതിൽ കേന്ദ്രം നൽകേണ്ട തുക ഞങ്ങൾ നൽകില്ല എന്ന് ഇപ്പോൾ മോഡി പറയാം. നേരത്തെ അഗ്രിമെൻ്റ് എല്ലാം ഉണ്ടാക്കിയതാണ്, ഇപ്പോൾ പറയുന്നു ഞങ്ങൾ തരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. വയബിൾ ഗ്യാപ്പ് ഫണ്ട് VGF എന്ന് പറയുന്നത് ഒരു പദ്ധതി പ്രവർത്തനം നടത്തുന്ന കമ്പനിക്ക് ഒറ്റത്തവണയായി ഗ്രാൻഡായി നൽകുന്ന സാമ്പത്തിക സഹായമാണ്. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് 817 കോടി 80 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും 817 കോടി 20 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരുമാണ് ഈ പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി കൊടുക്കേണ്ടത്. സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക അദാനി എയർപോർട്ടിന് നേരിട്ട് കൊടുക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. കേന്ദ്രം നൽകേണ്ട തുക കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും പണം നൽകുന്ന ബാങ്കും തമ്മിലുള്ള ത്രികക്ഷി കരാർ പ്രകാരം നൽകണമെന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള വ്യവസ്ഥ. ഇങ്ങനെ വ്യവസ്ഥയെല്ലാം ഉണ്ടാക്കിയിട്ട് കേന്ദ്രം പറയുന്നു ഈ ഞങ്ങൾ കൊടുക്കുന്ന പണം തിരിച്ചടയ്ക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക കരാറുണ്ടാക്കണം എന്ന പുതിയ ന്യായം കൊണ്ടുവരിക. ഇന്ത്യ രാജ്യത്ത് ഒരു തുറമുഖത്തിനു മുകളിലും കേന്ദ്ര സർക്കാർ കാണിക്കാത്ത കരാറുകളാണ്, വ്യവസ്ഥകളാണ് നമുക്ക് മുകളിൽ കൊണ്ടുവരുന്നത്. തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ VGF നൽകിയത് ഒറ്റത്തവണ ഗ്രാൻഡായിട്ടാണ്. ഇന്ത്യ ഗവൺമെൻറ് നൽകിയതാണ്, ഇന്ത്യ രാജ്യത്തൊരു തുറമുഖത്തിന് നൽകിയതാണ്. എന്നാൽ നമ്മൾ പണം നൽകുമ്പം എല്ലാ നിലയിലും വ്യവസ്ഥകൾ വെക്കുക. ഒരു വ്യവസ്ഥയുമില്ലാതെ തൂത്തുക്കുടി തുറമുഖത്തിന്
പണം നൽകിയപ്പോൾ നമ്മളതിന് മാത്രം വലിയ വ്യവസ്ഥകൾ ഉണ്ടാവുന്നു. കേരളത്തിലെ ഒരു പദ്ധതിക്ക് ഒരു കാലത്തും എവിടെയും നടപ്പിലാക്കാത്ത നിബന്ധനകൾ വെക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തകർക്കാൻ വേണ്ടി 817 കോടി 80 ലക്ഷം രൂപ വായ്പയായി കണക്കാക്കി തുറമുഖം ലാഭകരമാവുമ്പോൾ 20% വെച്ച് പലിശയുടെ പലിശയും എല്ലാം കൂടി ചേർത്ത് നൽകണമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നത്. ഇതിനായി കണക്കാക്കിയ തുക ഏകദേശം 10,000-നും 12,000 കോടിക്കും ഇടയിൽ വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. രാജ്യത്തിനാകെ ഗുണമായി മാറുന്ന ഒരു വൻ പദ്ധതിക്ക് ഒരു സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലേക്കുമുള്ള പിന്തുണ നൽകുകയും വലിയ താല്പര്യത്തിൽ അത് ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ അമിതഭാരം അടിച്ചേൽപ്പിച്ച് അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, രാജ്യത്ത് ഒരു തുറമുഖത്തോടും കാണിക്കാത്ത ക്രൂരമായ അവഗണനയാണ് നമ്മോട് കാണിക്കുന്നത്. കേരളത്തോട് കാണിക്കുന്ന പരമാവധി നമ്മളെ തകർക്കുക എന്ന BJPയുടെ ക്രൂരമായ പകപോക്കലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ, പദ്ധതി ഫണ്ട് തരുന്ന കാര്യത്തിലായാലും BGFിൻ്റെ കാര്യത്തിലായാലും എല്ലാം കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിലാണ് രാജ്യത്തെ ദേശീയ പാതകളുടെ വികസനം എല്ലാം നടപ്പിലാക്കിയത്. കന്യാകുമാരി മുതൽ പനവേലിലേക്ക് പോകുന്ന NH 66 നിർമ്മാണത്തിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലപാട് കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. സ്ഥലമെടുപ്പിന് നാം പണം നൽകണം എന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ഉണ്ടാക്കി. നമ്മൾ കടമെടുത്തോ മറ്റു നിലയിലെല്ലാമായി നമ്മൾ ഈ പണം സംഘടിപ്പിച്ചു കൊടുത്തു. സ്ഥലമെടുപ്പിനായി നാം നൽകിയ 6,000 കോടി രൂപ പ്രത്യേക സഹായമായി തിരിച്ചു നൽകുകയോ ഇത്രയും തുക കടമെടുക്കാനുള്ള പ്രത്യേക അനുമതി നൽകുകയോ ചെയ്യണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ക്രൂരമായ നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെയും ഈ പദ്ധതിയെയും എല്ലാം അവഗണിക്കുക. ആന്ധ്രാപ്രദേശിന് 3 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കൊടുത്തത്. ബീഹാറിന് 1 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക പദ്ധതികളാണ് ഇപ്പം നൽകിയിരിക്കുന്നത്. ഇതെല്ലാം നൽകിയപ്പോൾ നമുക്കൊരു രൂപ പോലും നൽകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് മോഡിയും BJPയും നിർമ്മല സീതാരാമനുമെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അനുഭവം. റെയിൽവേ സൗകര്യങ്ങളുടെ കാര്യത്തിലും കടുത്ത അവഗണനയാണ് നാം നേരിടുന്നത്. ശബരിപാത, മറ്റ് പാതകൾ, മറ്റ് പദ്ധതികൾ, റെയിൽവേ കോച്ച് ഫാക്ടറി എന്നിവയെല്ലാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിരാകരിച്ചിരിക്കുക. ലാഭകരമായ സർവീസുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അർഹിക്കുന്ന ഒരു യാത്രാ സൗകര്യവും നൽകില്ല, അത് നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. രാഷ്ട്രീയ വിരോധം വെച്ച് കേരളത്തിലെ റെയിൽവേ വികസനത്തോട് അവഗണനയും നിഷേധാത്മകമായ നിലപാടും നിരന്തരമായി കേന്ദ്രം സ്വീകരിക്കാം. കേരളത്തിലെ പാളങ്ങൾ പൂർണ്ണമായും ഇരട്ടിപ്പിക്കൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. വളവുകൾ തീർത്ത് യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കണം. വൃത്തിയുള്ള ബോഗികൾ മലയാളിക്ക് കിട്ടണം. ആവശ്യത്തിനനുസരിച്ചുള്ള കൂടുതൽ ട്രെയിനുകൾ നമുക്ക് ലഭിക്കണം. ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇതൊന്നും കേന്ദ്രം തരുന്നില്ല. വന്ദേ ഭാരത് വന്നതോടുകൂടി അതിന് കടന്നു പോകാൻ വേണ്ടി സാധാരണ വണ്ടികൾ ധാരാളം മണിക്കൂറുകൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ദുരന്തം വേറെ മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. കേരളത്തിൻ്റെ യാത്രാ ചരക്ക് ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതിക്ക് രാഷ്ട്രീയ പ്രേരിതമായി തുരങ്കം വെക്കുക എന്ന സമീപനം കേന്ദ്ര സർക്കാരും മോഡിയും ഇവിടെ നിന്നുള്ള BJP നേതാക്കന്മാരും എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിവേഗ പാതക്കും അർദ്ധ അതിവേഗ പാതക്കും എല്ലാം അനുവാദം കൊടുക്കുമ്പോൾ കേരളത്തിന് ഇതൊന്നും തരില്ലെന്നുള്ള ശത്രുതാപരമായ നിലപാട് കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുക. ഇതിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസും UDFും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 കൂട്ടരും ചേർന്ന മലവീഴ് സഖ്യം കേരളത്തിലെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് പുതിയ ട്രെയിനുകളൊന്നുമില്ല, നമുക്ക് ശബരിപാതയില്ല, നമുക്ക് മറ്റൊരു പാതയുമില്ല, നമുക്ക് പാളം ഇരട്ടിപ്പിക്കൽ പൂർത്തീകരിക്കലില്ല, നമ്മുടെ അടിയന്തര ആവശ്യങ്ങളൊന്നുമില്ല, നമുക്കൊന്നും തരില്ലെന്ന മോഡി ഗ്യാരണ്ടിയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിലെ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ നാണ്യവിളകൾ.
നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിരക്ഷ നൽകി സംരക്ഷിച്ചു കൊണ്ടിരുന്നതാണ് രാജ്യം. കാരണം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ച് രാജ്യത്തിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന നമ്മുടെ കാർഷിക മേഖലയെ പരമ്പരാഗതമായി ഇന്ത്യ രാജ്യം സംരക്ഷിച്ചാണ്, സർക്കാരുകൾ സംരക്ഷിച്ചാണ്. എന്നാൽ ഇപ്പോഴിതാ മഖാനക്ക്, താമരക്ക് മുന്തിയ പരിഗണന നൽകുന്നു കേന്ദ്ര സർക്കാർ. നമ്മുടെ റബ്ബറിനെ പാടെ തഴഞ്ഞിരിക്കുന്നു. നമ്മുടെ കാർഷിക മേഖലയോട് BJP സർക്കാരിൻ്റെ ബജറ്റ് കടുത്ത ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കർഷകരെ സംരക്ഷിക്കണമെന്ന നമ്മുടെ ആവശ്യം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, റബ്ബറിൻ്റെ ഇറക്കുമതി കൂടുതൽ ഉദാരവൽക്കരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബറിൻ്റെയും നെല്ലിൻ്റെയും നാളികേരത്തിൻ്റെയും താങ്ങുവില വർദ്ധിപ്പിച്ച് കർഷകരെ സംരക്ഷിക്കണമെന്ന ഒരാവശ്യവും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം കേരളം ഇന്ത്യയിൽപ്പെട്ട സംസ്ഥാനം പോലും അല്ല എന്ന് തോന്നുന്ന നിലയിലേക്ക്, മലയാളി ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് തോന്നുന്ന നിലയിലേക്ക് നമ്മളെ ദ്രോഹിക്കുകയാണ് BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ 3 നിലയിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമുള്ള പണത്തിൻ്റെ വീതം വെപ്പ്. 2, കേന്ദ്ര പദ്ധതികൾ. 3, കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള പാക്കേജുകൾ. ഇതിൽ മൂന്നാമത്തെ ഇനത്തിൽ നമുക്കൊരു ചില്ലിക്കാശും കേന്ദ്ര സർക്കാർ കാലങ്ങളായി തരുന്നില്ല. രണ്ടാമത്തേതിൽപ്പെട്ടത് കേന്ദ്ര പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുത്തനെ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നാമത്തേതിൻ്റെ കാര്യം എടുത്താൽ 3.8% നമുക്ക് നികുതി വിഹിതം ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ടത്. അത് 1.9% കുത്തനെ കുറച്ചു. ഏത് നിലയിൽ നോക്കിയാലും കേരളത്തിന് നേരെ ക്രൂരമായ പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് ഈ വെട്ടിക്കുറയ്ക്കലിലൂടെ BJPയും കേന്ദ്ര സർക്കാരും കാണിച്ചത്. ഇടത് സർക്കാരിനെതിരായ രാഷ്ട്രീയ പകപോക്കൽ കേരളത്തെയും മലയാളിയെയും ജനങ്ങളെയാകെയും ആക്രമിക്കുക എന്നുള്ള നിലയിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. രാഷ്ട്രീയ വിരോധം വെച്ച് ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന പ്രതികാര ബുദ്ധി മോദി അല്ലാതെ മറ്റാരും ഇന്ത്യ രാജ്യത്ത് കാണിച്ചില്ല, ലോകത്തെവിടെയും കാണിക്കുകയുണ്ടാവില്ല. ഇതിൻ്റെ ഒരു മറുപുറം പരിശോധിച്ചാൽ 3 നിലയിൽ നമ്മെ സഹായിക്കുന്നതിന് പകരം 3 നിലയിൽ കേന്ദ്രം നമ്മുടെ കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ഭരണഘടനാപരമായി കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട അർഹതപ്പെട്ട വിഹിതം നൽകുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തത്, കേന്ദ്രവും സംസ്ഥാനങ്ങളും സംയുക്തമായി ചെലവഴിക്കുന്ന പദ്ധതിയിലെ കേന്ദ്രവിഹിതം മുഴുവൻ കുടിശ്ശികയാക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും വെട്ടിക്കുറയ്ക്കുകയാണ്. 2023 4572 കോടി രൂപയാണ് വിവിധ സ്കീമുകളിലായി കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിച്ചത്. ഇപ്പോഴത് വെറും 992.46 കോടിയായി കുത്തനെ കുറച്ചിരിക്കുന്നു. 4-1 കുറച്ചിരിക്കുന്നു. 100% കേന്ദ്രവിഹിതം ലഭിച്ചുകൊണ്ടിരുന്ന 18 പദ്ധതികൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോഴത് കേന്ദ്രം അതിൻ്റെ വിഹിതം, കേന്ദ്രവിഹിതം 60% കുറച്ചു. 2 എണ്ണത്തിൻ്റേത് 50% കുറച്ചു. 90:10 എന്ന അനുപാതത്തിലുള്ള 3 പദ്ധതികൾ അത് 60:40 എന്ന അനുപാതത്തിലേക്ക് മാറ്റി. ഇങ്ങനെ ഓരോ പദ്ധതികൾ വിവിധ കാരണം പറഞ്ഞ് സർക്കാർ പുനഃസംഘടിപ്പിക്കുന്നു. പുനഃസംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഹിതത്തിൽ വലിയ നിലയിലേക്ക് അനുപാതത്തിൽ മാറ്റം വരുത്തുകയാണ്. സംസ്ഥാനത്തിന് വിവിധ നിലകളിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ സഹായങ്ങളെല്ലാം കുറഞ്ഞതിൻ്റെ ഭാഗമായി ഏറ്റവും ചുരുങ്ങിയത് 40%, ശരാശരി 40% തുക കേന്ദ്ര സ്കീമുകളിൽ സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ട നിലയിലേക്ക് വരിക. നമ്മുടെ വരുമാനം മുഴുവൻ കേന്ദ്രം കൊണ്ടുപോവുക, എന്നാൽ ചെലവ് മുഴുവൻ സംസ്ഥാനം വഹിക്കണം എന്ന ക്രൂരമായ നിലപാട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ചില സ്കീമുകൾ ഉപേക്ഷിക്കുകയാണ്. ICDS, NHM പോലുള്ള പ്രധാനപ്പെട്ട പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങിയാണ്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമുള്ള സ്കോളർഷിപ്പ്, അവരുടെ വിദ്യാ കേന്ദ്രങ്ങൾ തുടങ്ങിയ പദ്ധതികളിൽ നിന്നെല്ലാം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങിയാണ്. കാലാകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ ഇത് നിർത്തലാക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത മൂലം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇത് പെട്ടെന്ന് നിർത്തലാക്കാൻ സാധിക്കുന്നില്ല. അത്തരം സാഹചര്യത്തിൽ പദ്ധതി ചെലവിൻ്റെ മുഴുവൻ തുകയും നമ്മൾ എടുക്കേണ്ടി വരിക.
ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോവുക. മൂന്നാമത്തത്, കേന്ദ്ര സർക്കാർ ചെയ്യുന്ന മൂന്നാമത്തെ ദ്രോഹം എന്ന് പറയുന്നത് ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് സംസ്ഥാനത്തിന് കടമെടുക്കാവുന്ന പരിധിയിൽ വരുത്തുന്ന വെട്ടിക്കുറവാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 33,000 കോടി രൂപ നമുക്ക് കടമെടുക്കാം, നമ്മുടെ GSDPയുടെ 3%. എന്നാൽ അതിന് നമ്മൾ അനുവദിക്കുന്നില്ല. കിഫ്ബിയും പെൻഷൻ പദ്ധതി, പെൻഷൻ കമ്പനിയുമെല്ലാം കേരളത്തിൻ്റെ വികസനത്തിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലെ ഒരു ബദലായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഇവയെടുക്കുന്ന വായ്പകൾ സർക്കാരിൻ്റെ കണക്കിൽ ചേർത്ത് തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് മോഡി. ഒരു നിലയിലും നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിലപാട് കേന്ദ്രം ആവർത്തിച്ചെടുത്തുകൊണ്ടിരിക്കുക. ധന ഉത്തരവാദിത്ത നിയമം കേന്ദ്ര സർക്കാരിന് ഒരു നിലയിലും ബാധകമല്ല എന്ന നിലയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. GDPയുടെ ഏകദേശം 58% കടമുള്ള രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ മാർച്ച് വരെ നമ്മുടെ രാജ്യത്തിൻ്റെ കടമെന്ന് പറയുന്നത് 157 ലക്ഷം കോടിയാണ്. ഒരു വർഷം കേന്ദ്ര സർക്കാർ GDPയുടെ 6.8% വരെ കടമെടുത്തുകൊണ്ടിരിക്കുക. ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് 4.4 കോടി, 4.4% ഞങ്ങൾ കടമെടുക്കുന്ന, അതായത് 6.8% വരെ കടമെടുത്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് 4.4% വരെയെങ്കിലും ഞങ്ങൾ എടുക്കും. കേന്ദ്രത്തിന് ഒരു പരിധിയും ബാധകമല്ല. എന്നിട്ട് അവർ നമ്മളോട് പറയുകയാണ് ധന ഉത്തരവാദിത്ത നിയമം നിങ്ങൾ അംഗീകരിക്കണം, 2.2% മാത്രമേ നിങ്ങൾ കടമെടുക്കാൻ വേണ്ടി പറ്റൂ. നമ്മുടെ GSDP എന്ന് പറയുന്നത് 11 ലക്ഷം കോടി രൂപയാണ്. അതിന് 3% എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ 33,000 കോടി കടമെടുക്കാം. എന്നാൽ നമുക്ക് അതിൻ്റെ പകുതിക്കടുത്ത് മാത്രമേ കടമെടുക്കാൻ അനുവാദമുള്ളൂ. അതിന് പുറമെയാണ് ഇപ്പറയുന്ന സർക്കാരിൻ്റെ ഒരു കണക്കിലും പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഖേന എടുക്കുന്ന ഒരു കടവും അവരുടെ കണക്കിൽപ്പെടുത്തുന്നില്ല എന്നിരിക്കെ അതുകൂടി നമ്മളെ അക്കൗണ്ടിൽ ചേർത്ത് ഈ കടമെടുപ്പ് പരിധി പോലും നമ്മളത് വെട്ടിക്കുറച്ച് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട, ഭരണഘടനാപരമായി നമുക്ക് ന്യായമായി ലഭിക്കേണ്ട തുക നമുക്ക് ലഭിച്ചാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാവും. കാരണം നമ്മൾ തന്നെ നല്ല നിലയിലേക്ക് സ്വയം പര്യാപ്തമാവുന്നതിനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. സംസ്ഥാനങ്ങളോട് തുല്യനീതി പാലിക്കണമെന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തകർത്താണ് ഇത്തവണ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നർത്ഥം. കേരളം എന്ന ഒരു വാക്ക് പോലും ബഡ്ജറ്റിനകത്തില്ല. ഈ ധനകാര്യ വർഷത്തിൽ 2,51,254 കോടി രൂപയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയത്. 2,51,284 കോടി രൂപ. ഇതിൽ നിന്നും ജനസംഖ്യാനുപാതികമായി നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്നത് കിട്ടുക എന്ന് പറഞ്ഞാൽ 73,000 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ പറയുന്നു 27,382 കോടി രൂപ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞ വർഷം ഇതേ നിലയിൽ വിഭജനം നടത്തിയപ്പോൾ സംസ്ഥാനത്തിന് ഏകദേശം 32,000 കോടി രൂപ ലഭിച്ചു. ഇത്തവണ അതിലും 5,000 കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്ന വീതത്തിൽ ഇത്തവണ 5 ലക്ഷം കോടി വർദ്ധിക്കുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ ജനസംഖ്യാനുപാതം വെച്ച് അതിൽ കണക്കാക്കിയാൽ 14,288 കോടി രൂപ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും അധികം ലഭിക്കണം. എന്നാൽ നമുക്ക് 5,000 കോടി കുറയുകയാണ്. മറ്റു മാനദണ്ഡങ്ങളെല്ലാം വെച്ച് കൂട്ടിയിട്ട് പറയുന്നു നിങ്ങൾക്ക് 5,000 കോടി രൂപ അധികമായി ലഭിക്കും എന്ന് പറയുക. ജനസംഖ്യാനുപാതികമായി 3.9% നമുക്ക് ലഭിക്കേണ്ടടത്ത് അതിൻ്റെ നേർപകുതി മാത്രം നമുക്ക് അനുവദിച്ചപ്പോൾ 1.925% മാത്രം നമുക്ക് അനുവദിച്ചപ്പോൾ UPക്ക് 18% നൽകി. 2.5 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ UPക്ക് കൊടുത്തത്. ബീഹാറിന് 10.5%, 1.43 ലക്ഷം കോടി രൂപയും നൽകി. മധ്യപ്രദേശിന് 7.8%, 1.1 ലക്ഷം കോടി രൂപ നൽകി. ബംഗാളിന് 7.5%, 1 ലക്ഷം കോടി രൂപയും നൽകുമ്പോഴാണ് നമുക്ക് തുച്ഛമായ തുകയെ നൽകൂ എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ അത്ര തന്നെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്കും നമ്മളെക്കാളും എത്രയോ ഇരട്ടി പണം നൽകുകയാണ്. ആസാമിന് 44,494 കോടി രൂപ കൊടുത്തു. രാജസ്ഥാന് 85,716 കോടി രൂപ കൊടുത്തു.
ഛത്തീസ്ഗഡിന് 48,462 കോടി രൂപ കൊടുത്തു. ഒഡീഷയ്ക്ക് 64,448 കോടി രൂപ. അതിന് പുറമെ 47,040 കോടി രൂപ മറ്റു നിലയിലുമായിട്ട് കൊടുത്തു. ആന്ധ്രാപ്രദേശിന് 47,000 കോടി രൂപ കൊടുത്തു. ഇതെല്ലാം കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടുള്ള വിവേചനത്തിൻ്റെ അവഗണനയുടെ ആഴമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് നമ്മോടുള്ള ക്രൂരമായ അവഗണനയും ഒരു നാടിനോടുള്ള പ്രതികാര ബുദ്ധിയുമാണ് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് വാരിക്കോരിയാണ് നൽകിയത്. മഖാന താമര വിത്ത് ബോർഡ് പ്രത്യേകമായി അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തു. ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് പ്രത്യേകമായി നൽകി. കാർഷിക മേഖലയിലെ വലിയ വികസനത്തിന് പശ്ചിമകോശി കനാൽ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം അവർക്കായി പണിയാൻ ഒരുങ്ങുകയാണ്. പാട്ന വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കോടികൾ മാറ്റിവെച്ചു കൊടുത്തു. പാട്നയിലെ IITയുടെ വികസനത്തിന് വേണ്ടി കോടികളാണ് വകയിരുത്തിയത്. പുതിയ ഫുഡ് പ്ലാന്റുകൾ, നാംപൂരിൽ യൂറിയ പ്ലാന്റ്, അങ്ങനെ തുടങ്ങി 1,00,000 കോടിയിലധികം വരുന്ന പദ്ധതികളാണ് ബീഹാറിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേകമായി പ്രഖ്യാപിച്ചത്. നമ്മൾ മോദി മഹാരാജാവിൻ്റെ രാജ്യത്തെ സാമന്തന്മാരല്ല എന്ന് മലയാളി ഒന്നടങ്കം പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിക്കുകയാണ്. 2 കേന്ദ്രമന്ത്രിമാർ നമ്മുടെ കേരളത്തെ അവഹേളിക്കുകയാണ്. പിന്നോക്ക സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് സഹായം നൽകാമെന്ന അവഹേളനമാണ് ജോർജ് കുര്യൻ നടത്തിയത്. റോഡില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് നിങ്ങളെന്ന് സമ്മതിക്കണം. ഞാൻ കമ്മീഷൻ്റെ മുന്നിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്താം. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് കേന്ദ്രത്തിന് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയാൽ നിങ്ങൾക്ക് പണം നൽകാം എന്ന ക്രൂരമായ അവഹേളനവും ധിക്കാരവുമാണ് ജോർജ് കുര്യൻ നടത്തിയത്. കേരളം അവഗണന എന്ന് പറഞ്ഞിങ്ങനെ പൊലമ്പല്ല ചെയ്യേണ്ടതെന്ന് സുരേഷ് ഗോപി അഹങ്കാരത്തോടും അഹന്തയോടും കൂടി പ്രഖ്യാപിക്കുക. മലയാളിയുടെ മുഖത്തു നോക്കി പ്രഖ്യാപിക്കുകയാണ്. ഒരു നാടിനെയും ജനതയെയും അപമാനിക്കുകയും അവഹേളിക്കുകയുമാണ് BJP നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാതി മേധാവിത്വത്തിന് കീഴിൽ അടിമതുല്യമായ ജീവിതം നയിച്ച മലയാളിയും കേരളവും ഇന്നത്തെ ആധുനിക കേരളമായി മാറുന്നതിൽ നമ്പർ 1 കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഒരു പങ്കും വഹിക്കാത്ത പാർട്ടിയാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അതിൻ്റെ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അതിനെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് BJPയും അതിൻ്റെ പൂർവ്വരൂപങ്ങളും അതിൻ്റെ നേതൃത്വവും. അവരുടെ ഈ നാടിനോടുള്ള പുച്ഛഭാവത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. കേന്ദ്രം കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോഴും ഏത് പ്രതിസന്ധിയുടെ നടുക്കടലിൽ നിൽക്കുമ്പോഴും നാടിൻ്റെ സാമൂഹ്യ നേട്ടങ്ങളെ ആകെ കാത്ത് ക്ഷേമവും സർവതല സ്പർശിയുമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് അണുക്കിട പിന്നോട്ട് പോവാതെ LDF സർക്കാർ മുന്നോട്ട് പോവുക. നികുതി പിരിവ് ഊർജിതമാക്കി അധിക ചെലവുകൾ നിയന്ത്രിച്ച് സാമ്പത്തിക ദൃഢീകരണത്തിൻ്റെ പാതയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന നമ്മുടെ കേരളം. LDF സർക്കാരിന് കീഴിൽ കുതിച്ചു മുന്നോട്ട് പോവുക. തനത് വരുമാനം ഉയർത്തുകയും അതീവ ശ്രദ്ധയോടുകൂടി ധന മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തും നമ്മൾ നേട്ടം കൊയ്യുക. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ കേരളത്തോട് ഇങ്ങനെ പക കാണിക്കുന്നത്? സർക്കാരും കേന്ദ്ര സർക്കാരും മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും എല്ലാം നമുക്കെതിരാവുന്നത് എന്തുകൊണ്ടാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും നിലവിലുള്ള നവോദാരവൽക്കരണ സംവിധാനത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് നാം പ്രതിഷേധത്തിൻ്റെ ബദൽ തീർക്കുന്നു എന്നുള്ളതാണ് ഈ പകയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൂക്കി വിൽക്കണമെന്ന് മോഡി പറയുമ്പോൾ ഞങ്ങൾ വിൽക്കില്ലെന്നും നിങ്ങൾ വിറ്റാൽ ഞങ്ങളത് വാങ്ങുമെന്നും പിണറായി വിജയൻ പറയുന്നു. സർക്കാർ പൊതുവിതരണത്തിൽ നിന്ന് പിൻവാങ്ങണം, കമ്പോളത്തിൽ ഇടപെടരുത്, അത് കോർപ്പറേറ്റുകൾ നോക്കിക്കൊള്ളും എന്ന് മോഡി പറയുമ്പോൾ പൊതുവിപണിയിൽ ഞങ്ങൾ ഇടപെട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തി ജനങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകുമെന്ന് പിണറായി വിജയൻ പറയുന്നു. വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് മോഡി പറയുമ്പോൾ സ്വകാര്യ മേഖലയിൽ നിന്നും കുട്ടികളെ തിരിച്ചു ഒഴുകിയെത്തും വിധം പൊതുവിദ്യാഭ്യാസത്തെ ഞങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു. ആരോഗ്യ മേഖലയിൽ സർക്കാർ ഇടപെടേണ്ട, അത് സ്വകാര്യ വ്യക്തികൾ നടത്തിക്കൊള്ളുമെന്ന് മോഡി പറയുമ്പോൾ പൊതു ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തി സ്വകാര്യ ആശുപത്രികളുടെ കഴുത്തറപ്പൻ ചൂഷണത്തിൽ നിന്നും പാവങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു. സർക്കാർ ചെലവ് കുറയ്ക്കണം,
ക്ഷേമ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് മോഡി പറയുമ്പോൾ എല്ലാ പരിമിതികളെയും തട്ടിമാറ്റി ആശ്വാസ നടപടികളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ ജനകീയ ബദൽ. ഈ ജനപക്ഷ ബദൽ എന്ന കേരളത്തെ പാതാളക്കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ചെയ്യുന്നതും. ഈ ക്രൂരതക്കെതിരായി പ്രതികരിക്കാൻ കേരളത്തിൽ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല, UDF തയ്യാറാവുന്നില്ല. ഒരു നാടിനോടുള്ള ഈ പ്രതികാരത്തോട് പ്രതികരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. അവർ ഇവർക്ക് കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തോടുള്ള രാഷ്ട്രീയ എതിർപ്പിൻ്റെ ഭാഗമായി മാത്രം ഭരണഘടനാപരമായ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുകയാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജനതയോടും നാടിനോടുമുള്ള ക്രൂരമായ അവഗണനയാണ് BJP നടത്തുന്നത്. ആത്മാഭിമാന ബോധമുള്ള മലയാളി ഇതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് ബജറ്റിന് ശേഷം കേരളത്തിൽ ഉയർന്നു വന്ന എല്ലാ പ്രതിഷേധങ്ങളും കാണിക്കുന്നത്. കേരളം ഇന്ത്യയിലല്ലെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിന് ബദൽ തീർത്തുകൊണ്ടാണ് സംസ്ഥാന ധനകാര്യമന്ത്രി സഖാവ് KN ബാലഗോപാൽ കേരള ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. സ്വന്തം കാലിൽ നിന്ന് ഞങ്ങൾ കുതിക്കും എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമായിരുന്നു ബജറ്റിലൂടെ LDF സർക്കാർ നടത്തിയത്. ക്ഷേമപ്രവർത്തനം, വികസന പദ്ധതികൾ, പുതിയ ആശയങ്ങൾ എല്ലാറ്റിലും ഒരു പിടി മുന്നിൽ നമ്മുടെ നാട് നിൽക്കുന്നു എന്നുള്ളതാണ് ബജറ്റിലെ ഓരോ പ്രഖ്യാപനവും. ഭാവി കേരളത്തിന്, നവകേരള നിർമ്മാണത്തിന്